ആറ്റിങ്ങൽ പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് അപർണ. ആറ്റിങ്ങിൽ അതിനുള്ള കാരണം ഈ പറഞ്ഞ പ്രധാന ഫാക്ടറാണ്. കഴിഞ്ഞ തവണ അടൂർ പ്രകാശിനെ അവിടെ ജയിപ്പിച്ച നിരവധിയായ ഘടകങ്ങൾ ഇത്തവണ ഇല്ല എന്നുള്ളത്. ആറ്റിങ്ങൽ അടിസ്ഥാനപരമായ ഇടതുപക്ഷ മണ്ഡലമാണ്, അത് സമ്മതിക്കുന്നു. കഴിഞ്ഞ തവണ അടൂർ പ്രകാശിനെ ജയിപ്പിച്ച പലവിധ ഘടകങ്ങൾ അവിടെ ഇല്ല. ഈ പറഞ്ഞതുപോലെ നേരത്തെ സുരേഷ് ഗോയുടെ കാര്യം പറഞ്ഞ പോലെ കൂടുതൽ വോട്ട് ഷെയർ നേടിക്കൊടുത്ത ശബരിമല വിഷയവും ഇത്തവണ ഇല്ല. അല്ലല്ല, 14% വോട്ടുകളാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ കൂടുതൽ വാങ്ങിയത് എന്ന് ആലോചിക്കണം. 14% വോട്ടുകൾ. അതെ, സമ്മതിച്ചു. ശബരിമല പ്രയോജനം ഉണ്ടായി കോൺഗ്രസിനല്ലേ, BJPക്ക് എന്ത് പ്രയോജനം ശബരിമല കൊണ്ട് കിട്ടി കഴിഞ്ഞ ഇലക്ഷനിൽ? അങ്ങനെ കരുതാൻ സാധിക്കില്ല. 14% വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വാങ്ങിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടേക്ക് അല്ല, അത് ഞാൻ പറയാം. വി മുരളീധരൻ 5 വർഷമായി അവിടെ പൂർണ്ണ സമയം മണ്ഡലത്തിൽ സജീവമാണ്. മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് രീതിയുണ്ട്. ഈ രാജചന്ദ്രനെ പോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഉൾക്കളികളും അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ആളാണ്. രാജീവ് ചന്ദ്രശേഖരനേക്കാൾ മുമ്പ് കളത്തിലിറങ്ങുകയും തെരഞ്ഞെടുപ്പ് ഒരുക്കം നടത്തുകയും ഒരു സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത്രയും വോട്ട് വന്നപ്പോൾ മുതൽ തന്നെ വി മുരളീധരൻ ഇത് അടുത്ത തവണത്തേക്ക് എന്റെ ആറ്റിങ്ങൽ ഇടതുപക്ഷത്തിന് ശക്തമായ മുൻതൂക്കം കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. ആറ്റിങ്ങൽ ശക്തമായ മണ്ഡലം അത്രയും വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ആറ്റിങ്ങൽ. വർക്കലെ അറിയായിരിക്കും. ആറ്റിങ്ങൽ മണ്ഡലം മുഴുവൻ നഷ്ടപ്പെട്ടത് എങ്ങനെ പറയൂ? ആറ്റിങ്ങലിലെ മുൻ ജനപ്രതിനിധി വേണ്ടതുപോലെ LDF വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. അംഗീകരിക്കുന്നു. സമ്പത്ത്. അതുകൊണ്ടാണ് അടൂർ പ്രകാശിന് അവിടെ ഗംഭീരമായ ജയം സ്വന്തമാക്കാൻ. ഇത് മാത്രമായിരുന്നില്ല, 2019 അത് സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ കാര്യത്തിലേക്ക് പറഞ്ഞത്. ഇനി വി ജോയെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് CPM അവിടെ ഇറക്കിയത്. MLA ആണ്, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഈ കേരളത്തിൽ ഇപ്പൊ മത്സരിക്കുന്ന 2 ജില്ലാ സെക്രട്ടറിമാരുള്ളൂ, ജോയി. അപ്പോൾ അവിടെ CPM-ന് അത്രമാത്രം നിർത്താൻ പറ്റുന്ന ഏറ്റവും ഗംഭീര ബേസിക്കലി അതൊരു LDF മണ്ഡലം എല്ലാവർക്കും അറിയാം, അല്ലേ? അടൂർ പ്രകാശിന്റെ ഒരു പ്രഭാവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും LDF-നെ മറികടന്നു പോകാനുള്ള പ്രഭാവം ഇപ്പോഴുണ്ടോ എന്നുള്ള സംശയമാണ് ഞാൻ പറഞ്ഞത്. അടൂർ പ്രകാശ് ഇത്തവണ ജയിക്കണോ? പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം, അതായത് എന്തോ പറഞ്ഞതുപോലെ അവിടെ ഒരു ത്രികോണ മത്സരമില്ല എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെ ശക്തമായ മത്സരത്തിന് തന്നെയാണ് സാധ്യത. കാരണം നമ്മൾ ഒരു ഭാഗത്ത് ഈ പറഞ്ഞത് തിരുവനന്തപുരം പോലെ ഒരു നഗര കേന്ദ്രീകൃതമാകുന്ന മണ്ഡലത്തിന്റെ സ്വഭാവമാണെങ്കിൽ ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ അവിടെ ജാതി മത സമവാക്യങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. അത് അതിന് തള്ളിക്കളയാനാവില്ല. SNDP വോട്ടുകളുടെ ഇത്തവണത്തെ BJPക്ക് അനുകൂലമായ ഏകീകരണം ഏറ്റവും ശക്തമായി പ്രതിഫലിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ആറ്റിങ്ങലാകാൻ സംബന്ധിച്ച് 3 പേരും 3 മുന്നണികളും ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് തന്നെ രംഗത്തിറക്കി മത്സരം കൊഴിപ്പിച്ചു. അത് ഇത്രമാത്രം ടൈറ്റ് ഫൈറ്റ് ആക്കിയെടുത്തു. പക്ഷേ നമ്മൾ ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കൃത്യമായ UDF വേവ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തവണയും ആ മണ്ഡലം ഒരു പക്ഷേ അടൂർ പ്രകാശിനൊപ്പം തന്നെ നിൽക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചു വരാം. ഇക്കാര്യത്തിൽ എനിക്ക് ലളിതമായിട്ടൊരു ബെറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തുടരും വളരെ പെട്ടെന്ന് ഇടവേള.